ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 5 ദിവസം നീണ്ടു നിന്നിരുന്ന മഹാസമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 5 ദിവസം അവിടെ ക്യാമ്പിലൊക്കെ പങ്കെടുത്തപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു അനുഭൂതി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഒരു 2-3 ദിവസം കൂടി ഇതൊക്കെ ഒന്ന് നീണ്ടു നിന്നിരുന്നെങ്കിൽ ശരിക്കും ആഗ്രഹിച്ചു പോയി. ഇന്നലെ ആ സമാപന സമ്മേളനത്തിൽ കുണിയയുടെ ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രോമൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന മാതിരിയായിരുന്നു നമുക്കൊക്കെ. അതായത് അത്രയും ജനങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ വലിയൊരു പ്രോഗ്രാം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ അത്രത്തോളം ആളുകളൊക്കെ വന്നുകൊണ്ട് ആ ഗ്രൗണ്ടൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇനി ഇങ്ങനെ നടത്താൻ കഴിയുമോ, വേറൊരു സംഘടനകൾക്കോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ നടത്താൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. അത്രത്തോളം ജനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാൾ അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലേക്കൊക്കെ നിറഞ്ഞ ഒരു സംതൃപ്തി എന്തായാലും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ആ 5 ദിവസം നീണ്ടിരുന്ന ക്യാമ്പ്, ദായി ക്യാമ്പ്, നാസിഹീങ്ങളുടെ ക്യാമ്പ്, ശരിക്കും പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിക്കാണ്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ മുസ്തഫ ഉസ്താദിനെയൊക്കെ കക്കുപ്പടി ഉസ്താദിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം. 33,313 ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഓൽക്കില്ല ഭക്ഷണം കാര്യങ്ങളും എല്ലാതും ഒരു കുറവുമില്ലാതെ പെർഫെക്റ്റായി നടത്താൻ കഴിഞ്ഞത് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഏറ്റവും വലിയൊരു വിജയമായിക്കാണ് തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത്.